ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കച്ച് വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. കച്ച് വർക്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ് സിംഗിൾ കച്ച്. ഇതുപോലെ ഒരു കുഞ്ഞു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു കച്ച് വർക്ക് ചെയ്യുന്നത്. കച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത, നമ്മൾ 2 സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു ഡിസൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു ഫൗണ്ടേഷൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർലേസിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് 2 സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈന് ടച്ച് ചെയ്യുന്ന അടുത്ത ലൈനിലേക്കാണ് അടുത്ത സ്റ്റിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഓരോ ലൈന് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു സ്റ്റിച്ച് താഴെയാണെങ്കിൽ അടുത്ത സ്റ്റിച്ച് അതിനോട് തൊട്ടടുത്ത് വരുന്ന സ്റ്റിച്ച് മേലെ ആയിരിക്കണം, പിന്നത്തത് താഴെ, പിന്നത്തത് മേലെ. ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ചുകൾ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് ഇൻ്റർലേസിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ്റർലേസിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് കോർണറിലുള്ള ഫൗണ്ടേഷൻ സ്റ്റിച്ചിൽ ഏത് സ്റ്റിച്ചാണോ താഴെ വരുന്നത്, ആ ഒരു താഴെ വരുന്ന സ്റ്റിച്ചിലേക്ക് നമ്മളെ ഇൻ്റർലേസിങ്ങിൻ്റെ ത്രെഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോർണറിലും ഇതുപോലെ ത്രെഡ് കോർത്തെടുക്കണം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് 3 സ്പോക്കുകൾ കാണാൻ പറ്റും. 1, 2, 3 ഇങ്ങനെ 3 സ്പോക്കുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ആദ്യത്തെ സ്പോക്കിൻ്റെ താഴെ സൂചി വരണം, പിന്നത്തെ 2 സ്പോക്കിൻ്റെയും മേലെ ആയിട്ടാണ് സൂചി കൊടുക്കേണ്ടത്. ഒന്നും കൂടെ പറയാം, ഇൻ്റർലേസിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 3 സ്പോക്കുകൾ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്പോക്കിൻ്റെ താഴെയാണ് സൂചി വരേണ്ടത്, പിന്നത്തെ 2 സ്പോക്കിൻ്റെ മുകളിലായിട്ട് ത്രെഡ് വരണം. ഇനി ഈ ഒരു കോർണറിൽ വരുന്ന ഫൗണ്ടേഷൻ സ്റ്റിച്ചിൽ ഏത് സ്റ്റിച്ചാണോ താഴെ കിടക്കുന്നത് ആ സ്റ്റിച്ചിലേക്കാണ് ഇൻ്റർലേസിങ്ങിൻ്റെ നൂല് കോർത്തെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, മേലെ വരുന്ന ത്രെഡിൽ കോർത്തെടുത്താൽ അത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും കൂടെ അത് മൂവ് ആവുന്നത് കാണാൻ പറ്റും. മറിച്ച് താഴെ വരുന്ന സ്റ്റിച്ചിലാണെങ്കിൽ അത് അവിടെ തന്നെ ലോക്കായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കോർണറിലേക്ക് ത്രെഡ് കോർത്തെടുക്കണം. അതിന് പോകുന്ന സമയത്ത് നമുക്ക് 3 സ്പോക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും 3 സ്പോക്കുകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ത്രെഡിൻ്റെ താഴ്ഭാഗത്ത് കൂടെ പിന്നെ 2 ത്രെഡിൻ്റെ മുകളിലൂടെയാണ് ത്രെഡ് കോർത്തെടുക്കേണ്ടത്. പിന്നെ ഈ കോർണറിലുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിലേക്ക് നൂല് കോർത്തെടുക്കാം. ഇവിടെ നമുക്ക് 3 സ്പോക്കുകളാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ സ്പോക്ക് താഴെ, പിന്നത്തെ 2 മുകളിലൂടെ. നെക്സ്റ്റ് ലോക്ക് വരുന്നത് ഏത് സ്റ്റിച്ചിലാണോ അതിൽ കോർത്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് 4 സ്പോക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ആദ്യത്തേത് താഴെ, പിന്നെ മേലെ, പിന്നെ താഴെ, പിന്നെ മേലെ, ആ ഒരു രീതിക്കാണ് 4 സ്പോക്കുകൾ വരുന്ന സമയത്ത് കോർത്തെടുക്കേണ്ടത്. ഇവിടെ ഇപ്പം നമുക്ക് 4ലും കോർത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് അവിടെ കാണുന്നുണ്ട്, ആ സ്റ്റിച്ചിലേക്കാണ് ഇവിടെ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. കച്ച് വർക്കിൽ എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നതും ആ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കച്ച് വർക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ബോർഡർ കച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ സിംഗിൾ കച്ചുകൾ നേരെ ക്രമീകരിച്ച് എടുക്കുന്നതാണ് ഈ ബോർഡർ കച്ച് എന്ന് പറയുന്നത്. ആദ്യം ഫൗണ്ടേഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനോട് കണക്റ്റായി നിൽക്കുന്ന ലൈന് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ ലൈനിൻ്റെ എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു ലൈനിനെ കണക്ട് ചെയ്യുന്ന ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്രമത്തിലാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ചുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഡിസൈനിൽ ഈ ബോർഡറിൻ്റെ താഴെ വരുന്ന കോർണറിലുള്ള സ്റ്റിച്ചുകളൊക്കെ ഇതുപോലെ ആദ്യത്തെ സ്റ്റിച്ച് മേലെയും പിന്നത്തെ സ്റ്റിച്ച് താഴെയും വരുന്ന രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. മേലേക്ക് എത്തുമ്പോൾ അത് ആദ്യത്തെ സ്റ്റിച്ച് താഴെയും പിന്നത്തെ സ്റ്റിച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ മേലെ വരുന്ന രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
ഇവിടെ എത്തുമ്പോൾ ആദ്യം മേലെ, പിന്നെ താഴെ, പിന്നെ മേലെ എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബോർഡറിൽ മുകളിൽ വരുന്ന എല്ലാ കോണും നോക്കിയാൽ മനസ്സിലാവും. ഇടതുവശത്ത് വരുന്ന എല്ലാ സ്റ്റിച്ചുകളും മേലെയും വലതുവശത്ത് വരുന്ന സ്റ്റിച്ചുകളൊക്കെ താഴെ വരുന്ന രൂപത്തിലാണ് സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ കോർത്ത് കൊടുക്കുക. താഴത്തെ കോർണറിലുള്ള സ്റ്റിച്ചുകൾ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇടത് ഭാഗത്തുള്ള സ്റ്റിച്ചുകൾ താഴെയും വലതു ഭാഗത്തുള്ളത് മുകളിലുമായിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചുകളുള്ളത്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് ലോക്കായി കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് ഇൻ്റർലേസിങ്ങിൻ്റെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ഇൻ്റർലേസിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കോർണറിലുള്ള ലോക്ക് ഉള്ള സ്റ്റിച്ചിലേക്ക് കോർത്തെടുത്തു. നെക്സ്റ്റ് ഈ ഒരു സ്ക്വയറിൻ്റെ അടുത്ത കോർണറിലേക്കാണ് സ്റ്റിച്ച് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 3 സ്പോക്കുകളാണ് ഉള്ളത്. ആദ്യത്തേത് താഴെ കൊടുക്കണം, പിന്നത്തെ രണ്ടും മേലെ കൊടുക്കണം. ഈ ഒരു മെത്തേഡിൽ കോർത്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന എല്ലാ കോർണറുകളും ഫില്ല് ചെയ്തെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ താഴ്ഭാഗത്ത് വരുന്ന കോർണറിലേക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇവിടെ 2 സ്പോക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ താഴെ, പിന്നത്തെ മേലെ, അങ്ങനെ കോർത്തെടുക്കുക. നെക്സ്റ്റ് ഈ ഒരു ലോക്കിംഗ് സ്റ്റിച്ചിലേക്ക് കോർത്തെടുക്കുക. പിന്നെ ഇതുപോലെ 3 സ്പോക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ താഴെ, പിന്നെ രണ്ടും മേലെ. ഈ ഒരു രൂപത്തിൽ മുഴുവനായിട്ടും മേലെ കോർണറിലുള്ള മേലത്തെ എല്ലാ കോർണറുകളും ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ മുകളിലുള്ള എല്ലാ കോർണറിലും ഇതുപോലെ ഇൻ്റർലേസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് ഇൻ്റർലേസിങ് ചെയ്തെടുക്കാം. ഇവിടെ 3 സ്പോക്കാണ് വരുന്നത്. സോ ആദ്യത്തെ താഴെ, പിന്നത്തെ രണ്ടും മേലെ, ഈ രൂപത്തിൽ കോർത്തെടുക്കാം. നെക്സ്റ്റ് ഈ ഒരു ലോക്കിംഗ് സ്റ്റിച്ചിൽ കോർത്തെടുക്കാം. ഇനി നമുക്കിവിടെ ഇപ്പോൾ 4 സ്പോക്കുകളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ താഴെ, പിന്നത്തെ മേലെ, പിന്നത്തെ താഴെ, പിന്നത്തെ മേലെ എന്നുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതുപോലെ ത്രെഡ് കോർത്തെടുക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും 3 സ്പോക്കാണ് കിട്ടുന്നത്. ആദ്യത്തെ താഴെ, പിന്നത്തെ രണ്ടും മേലെ എന്നുള്ള രീതിയിൽ ഇവിടെ കോർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു സെയിം സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ സ്ക്വയറും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. 3 സ്പോക്ക് ഉള്ളിടത്ത് ഞാൻ ഒന്ന് താഴെ, ഒന്ന് മേലെ, ഒന്ന് താഴെ എന്നുള്ള രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അടുത്ത ലോക്കിംഗ് സ്റ്റിച്ചിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ത്രെഡിന് ഒരു ചെറിയ മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെയ്യുന്ന സമയത്തൊന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ കറക്റ്റ് ഓരോ സ്പോക്കും എത്രയാണോ അതിനനുസരിച്ച് സ്റ്റിച്ചുകൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് ഫൈബർ കച്ച്. 5 സിംഗിൾ കച്ചുകൾ കൂടി ചേർന്നതാണ് ഈ ഫൈബർ കച്ച് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആദ്യം ചെയ്ത് കൊടുക്കാം. ആദ്യം ഏതെങ്കിലും ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന നെക്സ്റ്റ് ലൈൻസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുമ്പത്തെ 2 സ്റ്റിച്ചുകളും ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെയും ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്. പിന്നെ
പിന്നെ ഫൗണ്ടേഷൻ സ്റ്റിച്ചിൽ ഇതുപോലെ 2 സ്പോക്കുകൾ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് മേലെ പിന്നത്തേത് താഴെ എന്നുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആണല്ലോ ചെയ്യുന്നത്. ഫൗണ്ടേഷനിൽ 3 സ്പോക്കുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന സമയത്ത് ഒന്ന് മേലെ പിന്നെ താഴെ പിന്നെ മേലെ പിന്നെ താഴെ എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻ്റർലൈസിങ് ചെയ്യുമ്പോഴാണ് 3 സ്പോക്കുകൾ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ താഴെയും പിന്നത്തെ 2 മേലെയും എന്ന രീതിയിൽ കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഇൻ്റർലൈസിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു കോർണറിൽ നിന്ന് തുടങ്ങുന്നു. അടുത്ത കോർണറിലുള്ള ലോക്കിംഗ് സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് കോർത്തെടുക്കുക. പിന്നെ നമുക്കിവിടെ വരുന്നത് 3 സ്പോക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്പോക്കിൻ്റെ താഴെ പിന്നത്തെ 2 മേലെ എന്നൊരു രീതിയിൽ കോർത്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു സ്ക്വയർ തൽക്കാലം ഇപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്ക്വയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 1 2 3 4 ഈ ഒരു ഓർഡർ കണ്ടല്ലോ, ഈ ഒരു ഓർഡറിലാണ് ഓരോ സ്ക്വയറും ഫില്ല് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഡിസൈനിൽ കേട്ടോ. സൈഡിലുള്ള 4 സ്ക്വയറുകളും ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5ാമത്തെ ആ ഒരു സ്ക്വയർ സെൻറ്ററിൽ വരുന്ന ആ ഒരു സ്ക്വയറും കൂടെ ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെയും ഇൻ്റർലൈസിങ് ചെയ്യുമ്പോൾ ഉള്ള ഓരോ റൂൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇൻ്റർലൈസിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതായത് 3 സ്പോക്ക് വരുമ്പോൾ എന്താണ് ആദ്യത്തേത് താഴെ പിന്നെ 2 മേലെ ഇതുപോലെ കേട്ടോ. പിന്നെ ലോക്കിംഗ് സ്റ്റിച്ച്. ഇവിടെ ഇപ്പോൾ 4 സ്പോക്കാണുള്ളത്. സോ ആദ്യത്തെ താഴെ പിന്നത്തെ മേലെ പിന്നത്തെ താഴെ പിന്നെ മേലെ. ഇവിടെ ഇപ്പോൾ 3 സ്പോക്കാണുള്ളത്. സോ ആദ്യത്തെ താഴെ പിന്നത്തെ 2 മേലെ ഈ ഒരു രീതിയിൽ ഓരോന്നും ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. 2 സ്പോക്സ് മാത്രമാണെങ്കിൽ ആദ്യത്തെ താഴെ പിന്നത്തെ മേലെ എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സൈഡിലുള്ള 4 സ്ക്വയറുകളും ഫില്ല് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ സെൻറ്ററിലുള്ള സ്ക്വയറും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഓരോ സ്ക്വയറും നൂലൊടിച്ച് ഇങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മൾ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് അല്ലേ. അതാണ് പറഞ്ഞത്, ഈ ഒരു കച്ച് വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെയാണോ സ്റ്റിച്ച് തുടങ്ങുന്നത് അവിടെ തന്നെയാണ് സ്റ്റിച്ച് അവസാനിക്കുന്നതും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.